സ്രഷ്ടാവാം പാവനാത്മാവേ, മക്കൾ തൻ ഹൃത്തിൽ വരേണേ, സൃഷ്ടികളാം ഇവരിൽ വരേണേ, നിന്റെ ദിവ്യ പ്രസാദം തരേണേ. ആശ്വാസദായകൻ ദൈവത്തിൻ കൈവിരൽ നീയേ, സ്വർഗത്തിൻ കയ്യൊപ്പും നീയേ, നിന്റെ വചസ്സുകൾ നാവിൽ നിത്യം തൂവിത്തരുന്നതും നീയേ. മാംസരക്തങ്ങളെ നിന്റെ വിളിയാൻ തൊടുമ്പോൾ ജീർണതയെല്ലാം ഒളിക്കും, മണ്ണിൽ ജീവചൈതന്യം തുടിക്കും. എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം പരിശുദ്ധാത്മാവിന്റെ ഒരു പുത്തൻ അഭിഷേകത്തിനായി ദാഹിച്ചുകൊണ്ട് നിന്നിലൂടറിയുന്നു ഞങ്ങൾ, നിങ്ങളുടെ ആത്മാവാം നിന്നിൽ പാരം വിശ്വസിച്ചിടും ഞങ്ങൾ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഒരുമിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളെനിക്കും ഞാൻ നിങ്ങൾക്കും ഉയർത്തെഴുന്നേറ്റ കർത്താവ് പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഇതെല്ലാം ഉള്ളിൽ കണ്ടുകൊണ്ടൊന്ന് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാലബല, ഹലബല, ഹലബല, ഹലബല. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. എല്ലാവരും പരിശുദ്ധാത്മാവേ സ്നേഹം, ശാന്തി, ആനന്ദം കൊണ്ട് നിറയ്ക്കണമേ. ക്ഷമ, ദയ, നന്മ കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. എല്ലാവരും ഈ ക്ലാസ്സുകൾ നമ്മൾ പഠിക്കുമ്പോൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹത്താൽ മാത്രമേ ഇത് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശലബല, ഹലബല, 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 ഹലബല. Praise you, Jesus. Thank you, Jesus. ശന്തല, ഹലബല, 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 ഹലബല. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റി. എല്ലാവരും ഒന്നുകൂടി നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. എല്ലാവരെയും ഉയർപ്പ് ജാഗരണത്തിലെ പ്രധാനപ്പെട്ട ആ ഗീതം കൂടി ഒന്ന് പാടി നമ്മൾ ആരംഭിക്കുകയാണ്.
ഉയർപ്പ് ജാഗരണത്തിലെ ആ പെസഹാ ജാഗരണത്തിലെ ആഹ്ലാദ ഗീതം നമ്മളൊന്ന് പാടാൻ പോവുകയാണ്. തുളസിക്കട്ടെ ആനന്ദത്തിരത്താഞ്ഞുയരട്ടെ കർമ്മങ്ങൾ കാന്തി കന്നളം മണ്ണിനെതിർത്തെ മഹോന്നത കാഹളമോടെ എങ്ങും വിജയം വിളംബരം ചെയ്ത് വിണ്ണവരാജന്റെ പേരി ഉയർന്നു മണ്ണിനൊരക്ഷയുറപ്പായിടട്ടെ. സമൃദ്ധമകാന്തിശരത്തിൽ നീന്തി സന്തുഷ്ടയാകുക ഭൂമി ഇത്തിരം ഭൂവന്റെ തേജസ്സു ചിന്തി ആസുര ഭംഗി കലർന്നു നീങ്ങി ഭൂമിയെ ചൂഴ്ന്നിടും കൂരിരുളാകെ മാഞ്ഞുപോയി തീയിലൊന്നൊഴിയാതെ ഇമ്മഹാദീപത്തിൻ മഞ്ജുനിലാവിൽ സമ്മോദം കൊള്ളുക സഭാംബിക മേന്മേൽ. അന്ധകാരത്തിൻ ഇരുൾ മറ നീങ്ങി ദിവ്യ സഭാംബിക അക്ഷരവത്ത ആഹ്ലാദ പ്രൈസ് ദി ലോർഡ്. ഇത് ഒരു ഭാഗം മാത്രമാണ്. സ്നേഹമുള്ളവരെ, ഒരിക്കൽ നമ്മൾ ഈ ഭാഗം പഠിച്ചതാണ്. അന്ന് ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് പഠിച്ചത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു മനപ്രയാസമായിരുന്നു. ദൈവമേ, ഇത് ഉയർപ്പ് തിരുനാളിന് മുൻപ് ഞങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ ആ തിരുനാൾ എത്ര മനോഹരമായിരുന്നേനെ. അതുകൊണ്ട് തന്നെ ഇതുള്ള ഈ 2-3 ദിവസം എടുത്ത് നമ്മളിത് വിശദമായിട്ട് പഠിക്കുകയാണ്. ഈ ഉയർപ്പ് തിരുനാള് ഇത് നമ്മൾ ലത്തീൻ ആരാധനാക്രമത്തിലെ ഏറ്റവും ആഘോഷപൂർവം കണ്ടോ, ഇതാണ് ലത്തീൻ ആരാധനാക്രമത്തിന്റെ തക്സ, മിസൽ. ആ മിസലിൽ നിന്ന് തന്നെയാണ് ഞാനിത് എടുത്ത് വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. നമ്മൾ ഇതെല്ലാം കാര്യത്തിന് കാശ് ചെലവാക്കുന്നുണ്ട്. ഇങ്ങനെ ഒരെണ്ണം മേടിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോ ഇതിന്റെ ആമുഖം ഞാൻ വായിച്ചത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇതിന്റെ ആമുഖം പരിശുദ്ധ രാത്രിയിലെ പെസഹ ജാഗരം. ഇതിന്റെ ഏറ്റവും പ്രധാന ഒരു ശബ്ദമാണ് ഈ രാത്രി. അതുടനീളം നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നതാണ് ഈ രാത്രി. ആ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെ ഇതിന്റെ ആമുഖം. ഈ രാത്രി അതിപുരാതനമായ കീഴ്വഴക്കമനുസരിച്ച് കർത്താവിന് വേണ്ടിയുള്ള ജാഗരം അനുഷ്ഠിക്കുന്നു. പുറപ്പാട് 12:42. അത് നമ്മൾ വായിക്കാൻ പോവുകയാണ്. യാത്ര പോയി മടങ്ങിയെത്തുന്ന യജമാനനെ സ്വീകരിക്കാൻ ജാഗരൂകരായിരിക്കുന്ന ഭൃത്യന്മാരെ തന്നോടൊപ്പം വിരുന്നിരുത്തും എന്ന സുവിശേഷ പ്രബോധനമനുസരിച്ച് ലൂക്ക 12:35-37 ഈ 2 വചനങ്ങളാണ്. ലൂക്ക 12:35-37. വിശ്വാസികൾ ഈ ദിവസം തെളിഞ്ഞ വിളക്കുകളുമായി കർത്താവിന്റെ പ്രത്യാഗമനം പാർത്തിരിക്കുന്നു. ഒന്ന് പുറപ്പാട് 12:42, 2 ലൂക്ക 12:35. പുറപ്പാട് 12:42 നാം കാണുന്നു, അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് ജാഗ്രതായി വർത്തിച്ച രാത്രിയാണ്. അതാണ് ഈ പെസഹ ജാഗരണം. ജാഗരണം എന്ന വാക്കിന്റെ ഉത്ഭവം തന്നെ അവിടെ നിന്നാണ്. അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കർത്താവ്
ജാഗ്രതായി വർത്തിച്ച രാത്രിയാണത്. അക്കാരണത്താൽ തലമുറ തോറും ഇസ്രായേൽക്കാർ ഉറക്കമിളച്ചിരുന്ന് ആ രാത്രി കർത്താവിൻ്റെ ബഹുമാനാർത്ഥം ആചരിക്കണം. ഇതായിരുന്നു കർത്താവിൻ്റെ കൽപ്പന. അപ്പോൾ ഇത് നമ്മൾക്കും സ്വീകരിക്കണം. ഇനി ലൂക്ക 12:35 പറയുന്നത്, നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കൊളുത്തിയും ഇരിക്കുവിൻ. തങ്ങളുടെ യജമാനൻ കല്യാണ വിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കുവാൻ അവനെ വരവും കാത്തിരിക്കുന്നവരെ പോലെ. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്ത് ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും. കണ്ടോ? അപ്പോൾ ഇവിടെ വളരെ മനോഹരമായ ഒരു ആശയം ഇതിൻ്റെ അകത്തുണ്ട്. യജമാനനെ വരവും കാത്ത് അരമുറുക്കി ജാഗരണം നടത്തി കാത്തിരിക്കുകയാണെങ്കിൽ, യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. എന്താണ്? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്ത് ചെന്നവരെ പരിചരിക്കുകയും ചെയ്യും. ആര്? യജമാനൻ അരമുറുക്കി നമ്മളെ പരിചരിക്കും. അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമ്മുടെ മലങ്കര ആരാധനക്രമത്തിൽ ഒരു മനോഹര ഗാനമുണ്ട്. എനിക്കത് പാടാൻ അറിയില്ല. അത് മലങ്കരക്കാരെ അഭിനന്ദിക്കുന്നു. അത് നിങ്ങൾ പാടണം. ഓക്കെ, ഇനി നമ്മൾ ഈ ജാഗരണത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ പറയുന്നത് നമുക്കൊന്ന് വായിക്കാം. മഹോത്സവങ്ങളുടെ മഹോത്സവമായ ഈ രാത്രിയുടെ ജാഗരം ഒരു ദേവാലയത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ നടത്താവൂ. പെസഹ ജാഗരാനുഷ്ഠാനത്തിൻ്റെ സംവിധാനം ഇപ്രകാരമാണ്. ഒന്നാം ഭാഗം ദീപാർച്ചന കർമ്മവും പെസഹ പ്രഘോഷണവും. രണ്ടാം ഭാഗം ദൈവവചന പ്രഘോഷണ കർമ്മം. ഇവിടെ കർത്താവായ ദൈവത്തിൻ്റെ വചനത്തിലും വാഗ്ദാനത്തിലും വിശ്വസിച്ചുകൊണ്ട് ലോകാരംഭം മുതൽ അവിടുന്ന് സ്വജനത്തിനു വേണ്ടി ചെയ്തിട്ടുള്ള, കണ്ടോ, ലോകാരംഭം മുതൽ അവിടുന്ന് സ്വജനത്തിനു വേണ്ടി ചെയ്തിട്ടുള്ള അത്ഭുത പ്രവൃത്തികൾ തിരുസഭ ധ്യാനിക്കുന്നു. അപ്പോൾ ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് ആത്മാർത്ഥമായിട്ട് നമ്മൾ പഠിക്കണം. പല സ്ഥലത്തും പെസഹ ജാഗരണത്തിന് 9 വായനകളാണുള്ളത്. 7 പല സ്ഥലത്തും മുഴുവനും വായിക്കുന്നില്ല എന്നുള്ളതും ഇതിൽ പറയുന്നുണ്ട്. അത് ഓരോ സ്ഥലത്തെയും സൗകര്യമനുസരിച്ച് ചെയ്യാമെന്നും പറയുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഇത്രയും നാൾ ഈ വിശ്വാസ പരിശീലനത്തിലായിരിക്കുന്ന നമ്മൾ ഇത് മുഴുവനും പഠിച്ച് ഒരുങ്ങി, ഇനി എല്ലാ വായനകളും വായിച്ചില്ലെങ്കിലും നമ്മൾ അതിൻ്റെ അന്തരാർത്ഥത്തെ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് ഒരുങ്ങി ഈ വർഷത്തെ പെസഹ ജാഗരണത്തിന് നമ്മൾ പോകണം. അതാണ് രണ്ടാം ഭാഗം. മൂന്നാം ഭാഗം ജ്ഞാനസ്നാന കർമ്മം. ഉയർപ്പ് തിരുനാൾ ആസന്നമാകുന്നതോടെ ജ്ഞാനസ്നാനം വഴി പുതിയ അംഗങ്ങൾ സഭയിൽ ജന്മം കൊള്ളുന്നു. അതിൻ്റെ ശുശ്രൂഷയാണ്. നാലാം ഭാഗം സ്തോത്രയാഗ കർമ്മം. കർത്താവ് മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അനുസ്മരണം വഴി തൻ്റെ ജനത്തിനു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന ദിവ്യവിരുന്നിനെ താൻ വീണ്ടും വരുന്നതുവരെ സഭയെ ക്ഷണിക്കുന്നു. അങ്ങനെ 4 ഭാഗങ്ങളാണ് ഉയർപ്പ് ജാഗരണത്തിലുള്ളത്. ഇനി പെസഹ ജാഗരകർമ്മം മുഴുവനും രാത്രിയിലാണ് നടക്കുന്നത്. സൂര്യാസ്തമനത്തിന് ശേഷം തുടങ്ങി ഞായറാഴ്ച പുലർച്ചയ്ക്ക് മുമ്പ് അവസാനിക്കുന്നു. ജാഗര പൂജ പാതിരാത്രിക്ക് മുൻപ് അർപ്പിക്കപ്പെട്ടാലും ഉയർപ്പ് ഞായറാഴ്ചയിലെ പെസഹ ബലി തന്നെ ആയിരിക്കും. രാത്രിയിലെ ദിവ്യബലിയിൽ സംബന്ധിച്ച്
ദിവ്യകാരുണ്യം സ്വീകരിച്ചവർക്ക് ദിനപൂജയിലും ദിവ്യകാരുണ്യം സ്വീകരിക്കാം. പെസഹാ രാത്രിയിൽ ഒറ്റയ്ക്കോ സമൂഹമായോ ബലിയർപ്പിച്ച ഏത് വൈദികനും ദിനപൂജയും ഒറ്റയ്ക്കോ സമൂഹമായോ അർപ്പിക്കാവുന്നതാണ്. വായനകളുടെ ഓഫീസിന് പകരമാണ് പെസഹാ ജാഗരം. 6ാമത്തെ പോയിന്റ്, സാധാരണമായി ഡീക്കൻ പുരോഹിതനെ സഹായിക്കുന്നു. അദ്ദേഹമില്ലെങ്കിൽ താഴെ സൂചിപ്പിച്ചത് ഒഴിച്ചുള്ള ഡീക്കന്റെ എല്ലാ കർമ്മങ്ങളും കാർമ്മികനോ സഹകാർമ്മികനോ നിർവഹിക്കുന്നു. പുരോഹിതനും ഡീക്കനും ദിവ്യബലിക്കുന്ന പോലെ വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു. ജാഗരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആവശ്യമായ തിരികൾ സജ്ജീകരിക്കണം. ദേവാലയത്തിലെ വിളക്കുകളെല്ലാം അണയ്ക്കുന്നു. അപ്പോൾ ജാഗരണത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, അതായത് എല്ലാവരും കയ്യിൽ മെഴുകുതിരി ഉണ്ടായിരിക്കണം, അത് ക്രമീകരിക്കണം. ഇനി 1-ാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ജാഗര ദീപാർച്ചനയുടെ ആഘോഷപൂർവമായ ആരംഭം. തീ ആശീർവദിക്കലും തീ സജ്ജീകരിക്കലുമാണ്. ആദ്യം തീ ആശീർവദിക്കലും തീ സജ്ജീകരിക്കലും. ത്തിന് പുറത്ത് സൗകര്യപ്രദമായ സ്ഥലത്ത് തീ കനലൊരുക്കുന്നു. അവിടെ ജനം സമ്മേളിച്ച ശേഷം പുരോഹിതൻ ശുശ്രൂഷകരോടൊപ്പം ആഗതനാകുന്നു. ശുശ്രൂഷകരിൽ ഒരാൾ പെസഹാ തിരി കൊണ്ടുവരുന്നു. അപ്പോൾ ഇതൊരു സാമ്പിളായിട്ട് ഞാൻ ഒരു ചെറിയ തിരി കൊണ്ടുവന്നിരിക്കുകയാണ്. പെസഹാ തിരി പ്രദർശനത്തിനുള്ള കുരിശും തിരിയും കൊണ്ടുവരുന്നില്ല. ദേവാലയത്തിന് വെളിയിൽ തീ ഒരുക്കൽ സാധിക്കാതെ വരുന്ന പക്ഷം കർമ്മങ്ങൾ മറ്റു വിധത്തിൽ ചെയ്യാവുന്നതാണ്. പുരോഹിതൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറയുമ്പോൾ പുരോഹിതനും വിശ്വാസികളും കുരിശ് വരയ്ക്കുന്നു. അതിനുശേഷം അവിടെ സമ്മേളിച്ചിരിക്കുന്ന ജനത്തെ പതിവനുസരിച്ച് അഭിസംബോധന ചെയ്യുകയും രാത്രിയിലെ ജാഗരത്തെപ്പറ്റി ഹ്രസ്വമായ താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിലോ തത്തുല്യമായ വാക്കുകളിലോ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുപോലും ഇതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. വത്സര സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നുപോയ പരിപാവനമായ ഈ രാത്രിയിൽ ജാഗരത്തിനും പ്രാർത്ഥനയ്ക്കും ഒരുമിച്ച് വരാൻ ലോകമെങ്ങും ചിതറിക്കിടക്കുന്ന മക്കളെ സഭ ക്ഷണിക്കുന്നു. വചനം ശ്രവിച്ചുകൊണ്ട് അവിടുത്തെ രഹസ്യം അനുഷ്ഠിച്ചുകൊണ്ടും കർത്താവിൻ്റെ പെസഹ ഇപ്രകാരം അനുസ്മരിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ലിറ്റർജി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വെളിവാക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു. 1076 അതിവിടെ സംഭവിക്കുകയാണ്. കർത്താവിൻ്റെ പെസഹ ഇപ്രകാരം അനുസ്മരിക്കുമ്പോൾ അവിടുത്തെ മരണത്തിന്മേലുള്ള വിജയത്തിൽ പങ്കാളിയാകാനും അവിടത്തോടൊത്ത് ദൈവത്തിൽ ജീവിക്കുവാനുമായുള്ള പ്രത്യാശ നമുക്ക് കൈവരും. ആ സംഭവത്തിൽ നമ്മൾ പങ്കാളിയാകുകയാണ്. അതുപോലെ പുരോഹിതൻ കൈകൾ വിരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തീ ആശീർവദിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ പുത്രൻ വഴി അങ്ങേ മഹത്വത്തിൻ്റെ അഗ്നി. കണ്ടോ, എന്താണ് ഈ തീ? അങ്ങേ മഹത്വത്തിൻ്റെ അഗ്നി വിശ്വാസികളിൽ ചൊരിഞ്ഞുവല്ലോ. ഈ പുത്തൻ തീ ആശീർവദിക്കണമേ. ഈ പെസഹാ മഹോത്സവം വഴി സ്വർഗീയ അഭിലാഷങ്ങൾ പ്രജ്വലിപ്പിക്കുന്നത് പോലെ നിർമ്മല മാനസരായി നിത്യമായ മഹത്വത്തിൻ്റെ ആഘോഷത്തിൽ എത്തിച്ചേരാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി. കണ്ടോ, എന്തിനാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത്? ഒരുപക്ഷെ കുറേ പേരൊക്കെ പള്ളിയിൽ ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും വരണത്. മറ്റു ചിലർ അത് പുറത്ത് നടക്കണ കാര്യമല്ലേ എന്നും പറഞ്ഞ് അകത്തിരിക്കായിരിക്കും. ഈ ഉയർപ്പ് തിരുനാളിന് നിങ്ങളെല്ലാവരും ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ വേണ്ടി പള്ളിയുടെ പുറത്ത്
ആ തീ കത്തിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾ ഉണ്ടാകണം. അത് വലിയൊരു അനുഭവമാണത്. ഞാനത് അനുഭവിച്ചത് കൊണ്ട് പറയുകയാണ്. അത് വലിയൊരു അനുഭവമാണ്. പുത്തൻ തീ ആശീർവദിച്ച ശേഷം ശുശ്രൂഷകൽ ഒരാൾ പുരോഹിതന്റെ മുൻപിൽ പെസഹാത്തിരി കൊണ്ടുവരുന്നു. അതിൽ അദ്ദേഹം വരകോൽ കൊണ്ട് കുരിശടയാളം കുറിക്കുന്നു. അതാണ് വരകോൽ, അതായത് ഒരു സ്റ്റൈലസ്, അതായത് പേന പോലെ ഒരു അല്ലെങ്കിൽ മൂർച്ചയുള്ള ഒരു കോൽ. ആ കോല് കൊണ്ട് അദ്ദേഹം വരകോൽ കൊണ്ട് കുരിശടയാളം വരയ്ക്കുന്നു. ഇങ്ങനെ കുരിശടയാളം കുറിക്കുന്നു. അതിനുശേഷം ഗ്രീക്ക് അക്ഷരമാലയിലെ ആൽഫ എന്ന അക്ഷരം കുരിശിന്റെ മുകളിലും ഒമേഗ താഴെയും കുറിക്കുകയും അതിൻ്റെ ഓരോ പാർശ്വത്തിലും ആണ്ടിൻ്റെ, അതായത് ഈ വർഷത്തിൻ്റെ 4 അക്കങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ആ സമയത്തുള്ള പ്രാർത്ഥന അതിവിശേഷമാണ് കേട്ടോ. ഇപ്പോൾ വരക്കോലുകൊണ്ട് കുരിശടയാളം വരയ്ക്കുമ്പോൾ, നെടികെ വരയ്ക്കുമ്പോൾ, ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ടുള്ള നെടികയുള്ള വര വരയ്ക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: ക്രിസ്തു ഇന്നലെയും ഇന്നും. കണ്ടോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ, ക്രിസ്തു ഇന്നലെയും ഇന്നും. കുറിയ വരയ്ക്കുമ്പോൾ ആദിയും അന്തവും. ഇനി മുകളിൽ ആൽഫ എന്ന് എഴുതുമ്പോൾ ആൽഫായും താഴെ ഒമേഗായും. ഇതാണ്. ഇതെല്ലാം വെളിപാട് പുസ്തകത്തിൽ ഈശോ തന്നെ പറഞ്ഞിട്ടുള്ളതനുസരിച്ചിട്ടാണ്. വെളിപാട് 1:8 പറയുകയാണ്: ആയിരിക്കുന്നവരും ആയിരുന്നവരും വരാനിരിക്കുന്നവരും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. അപ്പൊ ഇത് വെറും ഒരു വരയല്ല, ഇതൊരു സത്യമാണ്. ഇതൊരു സത്യമാണെന്നും അത് നമ്മുടെ ആത്മാവിൽ ആഴമായി പതിയുമ്പോഴാണ് ക്രിസ്തു നമ്മളിൽ ഉരുവാകുന്നത്. ഇവിടുന്ന് 4 അക്കങ്ങൾ ഈ വർഷം 2025, അതായത് ഈ കുരിശിൻ്റെ 4 കോണുകളിലും ഈ അക്ഷരം എഴുതുമ്പോൾ ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് എഴുതുന്നത്. കുരിശിന്റെ ഇടത്തെ മേൽക്കോണിൽ എഴുതും 2 എന്ന് എഴുതും. വലത്തെ മേൽക്കോണിൽ 0 2000, ഇടത്തെ കീഴ്ക്കോണിൽ 25. അങ്ങനെ എഴുതുമ്പോൾ ഇങ്ങനെ പ്രഖ്യാപിക്കുകയാണ്: അവിടത്തേതാണ് കാലങ്ങളും യുഗങ്ങളും, അവിടത്തേക്ക് മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും. ആമേൻ. അവിടത്തേതാണ് കാലം. എന്താണ്? ഇന്ന് 2025 ഏപ്രിൽ മാസം 14-ാം തീയതിയാണ്. ഇതാരുണ്ടാക്കിയ കാലമാണിത്? ഇതെന്ത് കണക്കനുസരിച്ചിട്ടാണ്? ഇത് ക്രിസ്തു വർഷമാണ്. ക്രിസ്തുവിൻ്റെ ജനന, പീഡ, സഹനം, മരണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വർഷമാണ്. ഈശോ ജനിച്ചപ്പോൾ തന്നെ പ്രപഞ്ചത്തെ മുഴുവനും 2ആയി: ബിഫോർ ക്രൈസ്റ്റ്, ആഫ്റ്റർ ക്രൈസ്റ്റ്. ഈശോയുടെ ജനനത്തിലൂടെ സകല മനുഷ്യരും എന്ന് മാത്രമല്ല സൃഷ്ടി പ്രപഞ്ചം മുഴുവനും ഈശോ ക്രിസ്തുവിൽ ഒന്നായി. യേശു ക്രിസ്തു സകലത്തെയും തൻ്റെ ശരീരത്തിൽ ഒന്നാക്കിയെടുത്തു. ആ ശരീരമാണ് കുരിശിൽ ഉയർത്തപ്പെട്ടതും, ആ ശരീരമാണ് മരിച്ചടക്കപ്പെട്ടതും
ആ ശരീരമാണ് ഉയർക്കപ്പെട്ടത്. അങ്ങനെ നമ്മളെല്ലാവരും ഈശോയുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് ഇപ്പോൾ തന്നെ നമ്മൾ ഒരിക്കൽ കൂടി വിശ്വസിക്കണം. അവിടുത്തേതാണ് കാലങ്ങളും യുഗങ്ങളും, അവിടത്തേക്ക് മഹിമയും ആധിപത്യവും എന്നും എന്നേക്കും. കുരിശിൻ്റെ കുറിക്കലും മറ്റടയാളങ്ങളും നിർവഹിച്ചതിന് ശേഷം പുരോഹിതൻ 5 കുന്തിരുക്ക ഗോളങ്ങൾ കുരിശാകൃതിയിൽ പെസഹാത്തിരിയിൽ കുത്തി ഉറപ്പിക്കുന്നു. ആ കുരിശിൽ ഈ 5 കുന്തിരുക്ക ഗോളങ്ങൾ, അതിനൊരു ആണി ഉണ്ടാകും, ആ ആണി കൊണ്ട് തുളച്ച് കുരിശിൽ ഉറപ്പിക്കുന്നു. 1 കർത്താവായ ക്രിസ്തു ഏറ്റവും മുകളിൽ, 2 നടുക്ക്, തൻ്റെ മഹിമയേറിയ, 3 ഏറ്റവും താഴെ, തിരുമുറിവുകൾ വഴി, 4 ഇടതുവശത്ത് നമ്മെ സംരക്ഷിക്കുകയും, 5 പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ. അതാണ് നമ്മളിപ്പോഴും ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ഈ പെസഹാത്തിരി കാണുമ്പോൾ ആ തിരിയിലുള്ള ഈ 5 കുന്തിരുക്ക ഗോളങ്ങൾ ആണിയടിച്ച് തറച്ചിരിക്കുന്നത് ശ്രദ്ധിക്കണം, നല്ലതാണ്. അങ്ങനെ ആ പെസഹാത്തിരി മറ്റൊരു ക്രിസ്തുവായി അവിടെ നമ്മൾ വണങ്ങുകയാണ്. കർത്താവായ ക്രിസ്തു മുകളിൽ, തൻ്റെ മഹിമയേറിയ നടുവ്, ഏറ്റവും താഴെ തിരുമുറിവുകൾ വഴി, ഇടതുവശത്ത് നമ്മെ സംരക്ഷിക്കുകയും വലതുവശത്ത് പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ. അസൗകര്യങ്ങളാൽ തീക്കനൽ ഒരുക്കാൻ സാധിക്കാത്ത സ്ഥലത്ത് തീയുടെ ആശീർവാദം സാഹചര്യമനുസരിച്ച് നടത്തുന്നു. ജനം ദേവാലയത്തിനകത്ത് തന്നെ സമ്മേളിക്കുന്നു. പെസഹാത്തിരിയുമായി വരുന്ന ശുശ്രൂഷകരോടൊത്ത് പുരോഹിതൻ ദേവാലയ കവാടത്തിൽ ആഗതനാകുന്നു. ജനം സാധിക്കുന്നിടത്തോളം പുരോഹിതന് അഭിമുഖമായി നിൽക്കുന്നു. ഇനി അടുത്തത്, പുരോഹിതൻ പുത്തൻ തീയിൽ നിന്നും പെസഹാത്തിരി കത്തിച്ചുകൊണ്ട് ചെല്ലുന്നു. മഹത്വത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്ന ക്രിസ്തുവിന്റെ ദീപ്തിപൂരം ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും കൂരിരുൾ നീക്കുമാറാകട്ടെ. പുരോഹിതൻ പുത്തൻ തീയിൽ നിന്നും പെസഹാത്തിരി കത്തിച്ചുകൊണ്ട് ആ തീയിൽ നിന്നും പെസഹായിൽ തിരി കത്തിക്കുന്നു. പെസഹാത്തിരിയിലേക്ക് തീ പകർന്നുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: മഹൽ നീക്കുമാറാകട്ടെ. ഇതെല്ലാം പിന്നീട് ഉള്ള പ്രാർത്ഥനകളിൽ പാടി പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുന്നതാണ്. അതിനാലെ കർത്താവെ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ, അവിടത്തെ നാമമഹത്വത്തിനായി ശുദ്ധീകരിച്ചു തെളിച്ചൊരി കൈത്തിരി പൊലിയാതെ കൂരിരുൾ നീക്കിടട്ടെ. കണ്ടോ, ഇതാണ് സാരാംശം. ഈ തീ നമ്മളെ ശുദ്ധീകരിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ഇരുൾ നീക്കുമാറാകട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇത് ഈ വലിയ ആഘോഷത്തിൽ മാത്രമല്ല, ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് നമ്മളുടെ ആത്മാവിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലുണ്ടാകാവുന്ന എല്ലാ തരത്തിലുള്ള ഇരുളുകളും നീക്കും. എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ. ഉണ്ടോ? എന്നിൽ വാഴും ആത്മാവേ, എന്നാത്മാവിൽ പടരണമേ. എന്നിൽ കത്തി, എന്താണ് കത്തിപ്പടരണത്? നമ്മളുടെ ആ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കത്തുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ അന്ധകാരവും അകലുന്നു. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നി ജ്വാലയായി ഞങ്ങളിൽ കത്തിപ്പടരണമേ. അതാണ്. ഇനി മുമ്പ് പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ സംബന്ധിച്ച് ജനങ്ങളുടെ സംസ്കാരത്തിനനുസരിച്ചുള്ള മറ്റു രീതികൾ
മെത്രാന്മാരുടെ സമിതിക്ക് നിശ്ചയിക്കാവുന്നതാണ്. ഓക്കെ, ഇനിയാണ് പ്രദക്ഷിണം. പെസഹാത്തിരി കൊളുത്തിയതിന് ശേഷം ശുശ്രൂഷകൻ ഒരാൾ പുത്തൻ തീയിൽ നിന്നും കുറെ തീക്കനൽ ധൂപപാത്രത്തിൽ നിക്ഷേപിക്കുന്നു. അതിനുശേഷം പുരോഹിതൻ സാധാരണ രീതിയിൽ അതിൽ കുന്തിരിക്കമിടുന്നു. ഡീക്കന്റെ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ മറ്റാരെങ്കിലും ശുശ്രൂഷകനോ പെസഹാത്തിരി സ്വീകരിക്കുകയും പ്രദക്ഷിണം തുടങ്ങുകയും ചെയ്യുന്നു. മറ്റേതെങ്കിലും ശുശ്രൂഷകനോ, ഏറ്റവും മുന്നിൽ ധൂപവാഹകൻ, അതിന് പിന്നിൽ പെസഹാത്തിരി പിടിക്കുന്ന ഡീക്കനോ ശുശ്രൂഷകനോ, അവർക്ക് പിന്നിൽ ശുശ്രൂഷകരോടുകൂടെ പുരോഹിതനും കത്തിക്കാത്ത തിരികളുമായി ജനങ്ങളും ദേവാലയ കവാടത്തിൽ പെസഹാത്തിരി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡീക്കൻ പാടുന്നു: ക്രിസ്തുവിൻ പ്രകാശം ലൂമൻ ക്രിസ്റ്റി, ദൈവത്തിന് നന്ദി. പുരോഹിതൻ പെസഹാത്തിരിയിൽ നിന്നും തൻ്റെ തിരി തെളിക്കുന്നു. കണ്ടോ, പെസഹാത്തിരിയിൽ നിന്നും പുരോഹിതന്റെ തിരി തെളിക്കുന്നു. തുടർന്ന് ഡീക്കൻ ദേവാലയത്തിന്റെ മധ്യഭാഗത്തേക്ക് പ്രദക്ഷിണമായി നീങ്ങുകയും പെസഹാത്തിരി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വീണ്ടും പാടുകയും ചെയ്യുന്നു: ക്രിസ്തുവിൻ പ്രകാശം ലൂമൻ ക്രിസ്റ്റി, ദേവോ ഗ്രാസ്യ, ദൈവത്തിനു നന്ദി. തുടർന്ന് എല്ലാവരും പെസഹാത്തിരിയിൽ നിന്നും തങ്ങളുടെ തിരികൾ കൊളുത്തുന്നു. പ്രദക്ഷിണം മുന്നോട്ട് നീങ്ങുന്നു. ഡീക്കൻ ആൾക്കാരയ്ക്ക് മുന്നിലെത്തുമ്പോൾ അദ്ദേഹം ജനങ്ങൾക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് തിരി 3-ാം പ്രാവശ്യം ഉയർത്തിപ്പിടിക്കുകയും പാടുകയും ചെയ്യുന്നു: ക്രിസ്തുവിൻ പ്രകാശം ദൈവത്തിനു നന്ദി. പിന്നീട് ഡീക്കൻ പെസഹാത്തിരി വചനപീഠത്തിന് സമീപം ഒരുക്കിയിരിക്കുന്ന വലിയ തിരുക്കാലിലോ വിശുദ്ധ വേദിയുടെ മധ്യത്തിലോ ഉറപ്പിക്കുന്നു. അൾത്താരയിലെ തിരികൾ ഒഴികെ ദേവാലയത്തിലെ വിളക്കുകളെല്ലാം തെളിയുന്നു. ഇനിയാണ് പെസഹാ പ്രഘോഷണം. അൾത്താരയ്ക്ക് സമീപമെത്തുമ്പോൾ പുരോഹിതൻ ഇരിപ്പിടത്തിലേക്ക് പോകുന്നു. തൻ്റെ തിരി ഒരു ശുശ്രൂഷകനെ ഏൽപ്പിക്കുന്നു. ദീപബലിയിൽ സുവിശേഷത്തിന് മുമ്പ് ചെല്ലുന്നത് പോലെ ധൂപപാത്രത്തിൽ പുരോഹിതൻ കുന്തിരിക്കമിടുകയും ആശീർവദിക്കുകയും ചെയ്യും. അനന്തരം ഡീക്കൻ പുരോഹിതന്റെ അടുത്ത് വന്ന് ഗുരു അനുഗ്രഹിച്ചാലുമെന്ന് പറഞ്ഞതുകൊണ്ട് ആശീർവാദ അഭ്യർത്ഥന നടത്തുന്നു. പുരോഹിതൻ താഴ്ന്ന സ്വരത്തിൽ പറയുന്നു: അവിടുത്തെ പെസഹാ പ്രഘോഷണം യോഗ്യതയോടും അർഹതയോടുകൂടി നടത്തുന്നതിന് കർത്താവ് താങ്കളുടെ ഹൃദയത്തിലും അധരങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഇത് ഡീക്കനെ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥനയാണ്. ആമേൻ. ഡീക്കൻ പെസഹാ തിരിക്കും ഗന്ധത്തിനും ധൂപാർപ്പണം ചെയ്ത ശേഷം വചനപീഠത്തിലെ പാഠകവേദിയിലോ നിന്നുകൊണ്ട് പെസഹാ പ്രഘോഷണം നടത്തുന്നു. അതേ തത്സമയം എല്ലാവരും കത്തിച്ച തിരികളുമായി എഴുന്നേറ്റ് നിൽക്കുന്നു. ഡീക്കന്റെ അഭാവത്തിൽ പുരോഹിതനെയോ അല്ലെങ്കിലോ സഹകാർമ്മികനോ പെസഹാ പ്രഘോഷണം നടത്താവുന്നതാണ്. ആവശ്യമെങ്കിൽ ഒരൽമായ ഗായകനെ പെസഹാ പ്രഘോഷണം നടത്താവുന്നതാണ്. പക്ഷെ അയാൾ കർത്താവ് നിങ്ങളോടുകൂടെ എന്ന അഭിമാനത്തോടെയുള്ള ഭാഗങ്ങൾ വിട്ടുകളയുന്നു. പെസഹാ പ്രഘോഷത്തിന്റെ ഹ്രസ്വരൂപം ആലപിക്കാവുന്നതാണ്. പെസഹാ പ്രഘോഷണം ഗാനരൂപത്തിൽ: ദൈവദൂതരാർത്തുല്ലസിക്കട്ടെ, ആനന്ദത്തീര ആഞ്ഞുയരട്ടെ. കണ്ടോ, ഞാനിത് ഗാനമായിട്ട് ഇവിടെ പ്ലേ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം നമുക്കെല്ലാവർക്കും അത് കേട്ട് പ്രാർത്ഥിക്കാം.
ദൂതരാൽ ഉല്ലസിക്കട്ടെ, ആനന്ദത്തിലെ അങ്ങയരട്ടെ. മോദം തിങ്ങിന ദിവ്യകർമ്മങ്ങൾ കാന്തി കന്തളം മഞ്ഞേകട്ടെ. ഉന്നത കാഹളമോടെ എങ്ങും വിജയം വിളംബരം ചെയ്തു. വിണ്ണവരാജന്റെ പേരിയുയർന്നു, മണ്ണിനു രക്ഷയുറപ്പായിരട്ടെ. ഇത്ര സമൃദ്ധമാം കാന്തിസരിത്തിൽ നീന്തി നീ സന്തുഷ്ടയാവുക ഭൂമി. നിത്യനാം ഭൂവന്റെ തേജസ്സു ചിന്തി കാസുര ഭംഗി കലർന്നു നീ മിന്നോ. ഭൂമിയെ ചൂഴ്ന്നിടും കൂരിരുളാകെ മാഞ്ഞു പോയി ദീപ്തിയിലൊന്നൊഴിയാതെ ഈ മഹാദീപത്തിൽ മഞ്ജുള പ്രഭയിൽ സന്മോദമേൽക്കുക സഭാംബിക മേന്മേൽ. ിരുൾ മറ നീങ്ങി പൊൻപ്രഭ ഭാസുര ദീപ്തി പൊഴിക്കെ ദിവ്യസഭാംബിക ഹർഷാരവത്താൽ ആഹ്ലാദത്തു നിലമാകട്ടെ മേന്മേൽ. ഓക്കെ. ഭദ്രമനോഹര ദീപ്തി അണഞ്ഞൊരു വത്സരാം സഹജാതരെ നിങ്ങൾ എന്നോടു ചേർന്നു പിതാവിനോടൊപ്പം വന്ദനം ചെയ്യുക കൃപാവരമേകാൻ. ഓക്കെ. പിന്നെ തുടർന്ന് കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. തുടർന്നുള്ള ഗീതം ഇങ്ങനെയാണ്. ശക്തന ദൃശ്യൻ ദൈവവുമാം നിത്യപിതാവിനും അവിടത്തെ പൊൻസുതനേശു ക്രിസ്തുവിനും നിത്യ നമസ്കൃതി ചെയ്യുക നാം. ഹൃദയം നിറയും ഒരിമ്പമോടും അകതളരിൽ സ്നേഹമോടും മധുരവചസാൽ വാഴ്ത്തിടുവിൻ ഉചിതവും അപ്പോൾ യുക്തവുമാം. ഇനി അടുത്തതാണ് ഞാൻ പല പ്രാവശ്യം പാടാറുള്ള ഈ ഭാഗം. ആദത്തിൻ പിഴ കാരണമായി മർത്യന് വന്ന കടം വീട്ടി ക്രിസ്തു നമുക്കായി തൻ രക്തം ചിന്തിയൊഴിച്ച ശിക്ഷകളും. കണ്ടോ, ഇതെല്ലാവരും ഇപ്പൊ തന്നെ ഒന്ന് പഠിച്ചേ, ഒന്ന് പാടി പഠിച്ചേ. ആദത്തിൻ പിഴ കാരണമായി മർത്യന് വന്ന കടം വീട്ടി. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നോ? നമ്മൾ വിശ്വസിക്കുന്നു, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നതിൻ്റെ സാരാംശം? ഇതാണ് രഹസ്യം. ആദത്തിൻ പിഴ കാരണമായി മർത്യന് വന്ന കടം വീട്ടി. യേശുക്രിസ്തു തൻ്റെ ജനനത്തിലൂടെയും പീഡാനുഭവത്തിലൂടെയും കടം വീട്ടി. നമ്മൾ കുരിശിന്റെ വഴി പ്രാർത്ഥിക്കുമ്പോൾ രണ്ടാം സ്ഥലം വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു. നിങ്ങളിത് വിശ്വസിക്കുന്നുവോ? അതെ ബ്രദറെ, ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ആൾക്കാരെ എന്തും ചെയ്യാന്നാവും, മനസ്സിലായിട്ടോ? അതുകൊണ്ട് അങ്ങനെ ഉറപ്പിച്ച് പറയണ്ട. ആദത്തിൻ പിഴ കാരണമായി മർത്യന് വന്ന കടം വീട്ടി. ഇനി വീട്ടാനിരിക്കുകയല്ല, അത് വീട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ നമ്മളുടെ തന്നെ ജീവിതത്തിലെ ദൈവിക സ്വാതന്ത്ര്യം, എങ്കിലും നമ്മളിപ്പോഴും ചില പാപങ്ങൾ ചെയ്യുന്നുണ്ടാകാം. അതിന് പൗലോസ് പറയുന്നുണ്ട്, ഈ നിധി മൺപാത്രത്തിലാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചുകൊണ്ട് ആ പാപത്തിൻ്റെ എല്ലാ ആസക്തികളിൽ നിന്നും നമുക്ക് പടിപടിയായി വിടുതൽ നൽകും. ആദത്തിൻ പിഴ കാരണമായി മർത്യന് വന്ന കടം വീട്ടി ക്രിസ്തു നമുക്കായി തൻ രക്തം ചിന്തി തൻ്റെ രക്തം ഒഴിച്ച്
ആ ശിക്ഷകളെല്ലാം അവസാനിപ്പിച്ചു. ഇനി നമുക്ക് ശിക്ഷയില്ല. നമ്മുടെ ശിക്ഷ യേശുക്രിസ്തു ഏറ്റെടുത്തു. അവിടുത്തെ തിരുരക്തത്താൽ വിശ്വാസികളുടെ വീടുകളെ ശുദ്ധീകരണം ചെയ്യുന്ന പെസഹ തിരുനാളിത്. അതാണ് അന്ന് ഇസ്രായേൽ ജനത്തിന്റെ കട്ടപ്പടികളിൽ കുഞ്ഞാടിന്റെ രക്തം തെളിച്ചപ്പോൾ അവിടെ സംഹാരദൂതൻ പ്രവേശിച്ചില്ല. എന്നാൽ അത് ഈ യേശുക്രിസ്തുവാകുന്ന കുഞ്ഞാടിന്റെ രക്തത്തിന്റെ യോഗ്യതയാലാണ്. നമ്മളാകട്ടെ സാക്ഷാൽ ദിവ്യ കുഞ്ഞാടായ യേശുക്രിസ്തുവിന്റെ തന്നെ രക്തത്താൽ മുദ്രകുത്തപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ ഹൃദയത്തിൽ മാമോദീസ വഴി ഈശോ മിശിഹാ തന്റെ രക്തത്താൽ മുദ്ര കുത്തിയിരിക്കുന്നു. ഇവിടെ ഏത് പിശാച് കയറും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരാജയം നമുക്കുണ്ടാകുമോ? അവിടുത്തെ തിരുരക്തത്താൽ വിശ്വാസികളുടെ വീടുകളെ ശുദ്ധീകരണം ചെയ്യുന്ന പെസഹ തിരുനാളിതുതാൻ. പൂർവന്മാരിസ്രായേൽ മക്കളെ വിടുവിച്ച് ഈജിപ്തിൽ അടിമത്തം വിട്ടെഴുന്നേൽക്കാൻ കഴിയോരാക്കിയ രാത്രിയുമേ. അപ്പൊ ഈ രാത്രിയാണ് പൂർവന്മാരാം ഇസ്രായേൽ മക്കളെ വിടുവിച്ച് ഈജിപ്തിൽ അടിമത്തം വിട്ടെഴുന്നേൽക്കാൻ കഴിയോരാക്കിയ രാത്രിയുമേ. കാൽനനയാതങ്ങവരെല്ലാം ചെങ്കടൽ തരണം ചെയ്തിടാൻ കാരണമാക്കിയ രാവിതുതാൻ. മഞ്ജുള കാന്തി എഴുന്നതുമോ പാപത്തിമിരം ദുർഗണവും ക്രിസ്തീയരിൽ നിന്നൊഴിവാക്കി ദൈവവരാർപ്പണമേകുകയും ശുദ്ധിയുമായി ബന്ധിക്കുകയും തീത്തൂണിനുടെ ദീപ്തിയതാൽ പാപക്കൂരിരുൾ നീക്കുകയും ചെയ്തൊരു മുഗ്ധമഹോന്നതമാം രാത്രമതാണീ വേളയിതും. മൃത്യുവതിന്റെ വിലങ്ങുകളെ തച്ചു തകർത്തു പരമ്പൊരുളും ക്രിസ്തു ഉയർത്തൊരു രാത്രിയിതാ. മൃത്യു അതിന്റെ വിലങ്ങുകളെ തച്ചു തകർത്തു പരമ്പൊരുളാം ക്രിസ്തു ഉയർത്തൊരു രാത്രി ഇതേ. നിസ്തുല മോഹനമായത് താൻ. കണ്ടോ, ആദത്തിൻ പാപങ്ങളാകമാനം രക്ഷകൻ ഭൂമിയിൽ പിറക്കുവാനായി ആവശ്യം വന്നു പാപമപ്പോൾ. ആകയാൽ രക്ഷകൻ ആഗമിക്കാൻ ഹേതുവാം പാപമേ ഭാഗ്യപൂർണം. കണ്ടോ, എന്തുകൊണ്ടാണ് രക്ഷകൻ ഭൂമിയിൽ വന്നത്? ക്രിസ്തുവിൻ മൃത്യുവാൽ ഭക്തമായി ആദത്തിൻ പാപങ്ങളാകമാനം രക്ഷകൻ ഭൂമിയിൽ പിറക്കുവാനായി ആവശ്യമായി വന്നു പാപം. അപ്പോൾ കണ്ടോ, പാപം ആവശ്യമായി വന്നു. ആ പാപം കാരണമല്ലേ ക്രിസ്തു ജനിച്ചത്. അതാണ് ആകയാൽ രക്ഷകനാഗമിക്കാൻ ഹേതുവാം പാപമേ ഭാഗ്യപൂർണം. ഈ രാവിൽ ശുദ്ധി അധർമ്മമെല്ലാം നേരായി തന്നെ തുരത്തിയിടുന്നു. പാപം കഴുകിക്കളഞ്ഞിടുന്നു, കേഴുവോർക്കാശ്വാസമേകിടുന്നു, ദുഷ്ടരെ നിർമ്മലരാക്കിടുന്നു. ഭൂസ്വർഗമേളന വേള ഇതാ. ഭൂസ്വർഗമേളന വേള, അതായത് ഭൂമിയും സ്വർഗവും ഒന്നിച്ചിരിക്കുന്ന ഭൂസ്വർഗമേളന വേള ഇതാ. നമ്മൾ സീറോ മലബാറിലെ ശവസംസ്കാര തിരുക്കർമ്മങ്ങളിൽ പാടുന്നുണ്ട്. സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂമിയിലിറങ്ങി
മഹിതാത്ഭുതമേ. പാപം കഴുകിക്കളഞ്ഞിടുന്നു, കേഴുവോർക്കാശ്വാസമേയിടുന്നു, ദുഷ്ടരെ നിർമ്മലരാക്കിടുന്നു. ഭൂസ്വർഗമേളന വേള ഇത. കണ്ടോ, ഭൂസ്വർഗമേളന വേള ഇത. അപ്പം മർത്യൻ ദൈവത്തിങ്കലൊന്നു ചേരും, മുഗ്ധ നിശയുമിതെന്ന് തന്നെ. അതാണ് ദൈവവും മനുഷ്യനും ഒന്നാകുന്ന ഒരു നിമിഷമാണ്. മർത്യൻ ദൈവത്തിങ്കലൊന്നു ചേരും, മുഗ്ധ നിശയുമിതൊന്നു തന്നെ. തിരുസഭ ഈ രാവിൽ നന്ദിപൂർവം തിരുമുമ്പിൽ കാഴ്ചയണച്ചിടുന്നു. മഹിതമീ സായാഹ്ന ദീപയജ്ഞം കരുണയാൽ സ്വീകരിക്കണമേ നീ. പരമവിശുദ്ധരാം സ്വർഗനാഥ, അരുളനയായി സനുഗ്രഹങ്ങൾ മലരിൽ ദീപചഷ്ടി ആരാധനയ്ക്കായി മുഗ്ധമായി ശോഭിപ്പതാണതേറ്റം. അതായത് ഈ മെഴുകുതിരിയിൽ നിന്നും എത്ര പകർന്നാലും മെഴുകുതിരിയിലെ പ്രകാശം കുറയുന്നില്ല. ഈ വിളക്കിന് രൂപം കൊടുക്കാൻ മാതൃഭാവത്തോടെ തേനീച്ചകൾ കൂട്ടിയ നന്മൊഴുകി വിളക്കിൽ ദീപ്തനാളത്തെ വളർത്തിരട്ടെ. കണ്ടോ, ആ തേനീച്ചകളുടെ പേര് പോലും ഇവിടെ പറയുകയാണ്. അതിനാലെ കർത്താവെ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ, അവിടത്തെ നാമമഹത്വത്തിനായി. ശുദ്ധീകരിച്ചു തെളിച്ചൊരി കൈത്തിരി പൊലിയാതെ കൂരിരുൾ നീക്കിടട്ടെ. നറുമണം പാറുന്ന യാഗമായി കരുതി നീ കൈക്കൊള്ളാൻ കനിയണമേ. അനുവദിക്കേണമാദ്യോവിൽ വിളക്കുമായി മിളിതമാവാനിതിൽ കാന്തി ഒന്നായി. ഇതു മഹിതോജ്വല ശോഭ ചൊരിയട്ടെ, പുരതാരമായതും കണ്ടിടട്ടെ. പാതാളത്തീന്ന് വംശത്തിന്മേൽ അക്ഷയ ജ്യോതിസായി ശോഭിക്കും നക്ഷത്രം. നിൻ പ്രിയപുത്രനാം ക്രിസ്തുദേവൻ എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നു, മണ്ണിലും വിണ്ണിലും ദീപ്തിപൂർവം. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്നത്തെ ഈ ശുശ്രൂഷ ഇവിടെ നിർത്തുകയാണ്. ഇത് തുടരാം നാളെ നമുക്ക്. ഇനി പെസഹ ആഘോഷത്തിൻ്റെ ഗദ്യരൂപം ഇവിടെയുണ്ട്. വേണമെങ്കിൽ നാളെ നമുക്കത് വായിച്ച് മുന്നോട്ട് പോകാം. പിന്നെ വചനപ്രഘോഷണ കർമ്മമാണ്, 9 വായനകൾ. അതാണ് നമ്മൾ നാളെ എടുക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയാം. കർത്താവ് ഒരുക്കിയ ഈ മഹാ അത്ഭുതത്തെ, ഇതിൻ്റെ വിസ്മരണീയതയെ ഈ നാളുകളിലെല്ലാം കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമുക്ക് അവന്റെ ആത്മാവരുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്.